നവംബറിലെ മികച്ച പരിശീലകനായി തെരഞ്ഞെടുക്കപ്പെട്ട എൻസോ മരേസ്കയെ പുതുവർഷ പുലരിയിൽ പുറത്താക്കിയ ചെൽസിയുടെ നടപടി ഫുട്ബോൾ ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിട്ടുണ്ട്. ഉടമകൾ മാറിയാലും പരിശീലകരുടെ കാര്യത്തിൽ ചെൽസിയുടെ കൊലക്കയറിന് മാറ്റമില്ലെന്ന് ടോഡ് ബോലിയും തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിനിടെ 19 തവണയാണ് പരിശീലകർ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന്റെ പടിയിറങ്ങിയത്. ഒരു വശത്ത് സ്ഥിരതയില്ലാത്ത മാനേജ്മെന്റ് എന്ന് വിമർശിക്കുമ്പോഴും ഇതേ കാലയളവിൽ 21 മേജർ ട്രോഫികൾ ഷെൽഫിലെത്തിച്ച് ഈ അരാജകത്വത്തിലും ഒരു വിജയതന്ത്രമുണ്ടെന്ന് ചെൽസി തെളിയിക്കും. ഡേവിഡ് കാൾഡർഹെഡിനെ പോലെ 1/4 നൂറ്റാണ്ടുകാലം ക്ലബിനെ നയിച്ച പാരമ്പര്യം ഇന്ന് ചെൽസിക്ക് ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. ഹോസെ മൊറീഞ്ഞോയും ക്ലോഡിയോ റാനിയോരിയും ക്ലബിന്റെ ചരിത്രത്താളുകളിൽ ദീർഘകാലം നിന്നവരാണെങ്കിൽ പോലും ശരാശരി 1.5 വർഷം പോലും തികക്കാനാവാതെ പരിശീലകർ പുറത്തു പോകുന്നതാണ് പുതിയ രീതി. കല്ലം മക്ഫാലിനെ പോലുള്ള താൽക്കാലിക പരിശീലകരെ കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ പോലുള്ള കരുത്തരെ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയിലേക്ക് ചെൽസി കൂപ്പുകുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മാറ്റങ്ങൾ വെറും തന്ത്രപരമായ നീക്കങ്ങൾ മാത്രമല്ല, ക്ലബിന്റെ ഖജനാവിനെ പിടിച്ചുലക്കുന്ന വമ്പൻ സാമ്പത്തിക ബാധ്യത കൂടിയാണ്. പരിശീലകരെ കാലാവധിക്ക് മുൻപേ പുറത്താക്കിയ വകയിൽ മാത്രം കഴിഞ്ഞ 25 വർഷത്തിനിടെ ഏകദേശം 2000 കോടി രൂപയാണ് ചെൽസി നഷ്ടപരിഹാരമായി എറിഞ്ഞുടച്ചത്. അന്റോണിയോ കോണ്ടെ നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത 322 കോടി രൂപ ഇതിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. പണം വാരിക്കോരി എറിഞ്ഞും പരിശീലകരെ കസാര തെറിപ്പിച്ചും ചെൽസി നടത്തുന്ന ഈ പരീക്ഷണം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചൂതാട്ടമായി തുടരുകയാണ്.